എല്ലാവർക്കും നമസ്കാരം. ഞാൻ ധന്യ. സേഫ്റ്റി കൃഷിക്കാഴ്ചയിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അതിൽ നമ്മളിവിടെ വന്നിട്ടുള്ളത് ജൈവവളവുമായി ബന്ധപ്പെട്ടിട്ട് കർഷകർക്ക് ഏറെ പ്രയോജനപ്പെടുന്ന ഒരു കാര്യവുമായിട്ടാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പൊ മലപ്പുറം ജില്ലയിലെ ചെങ്ങാനി എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെങ്ങാനി പാടത്തുള്ള നമ്മളെ ഈ ജൈവവളങ്ങളൊക്കെ ആട്ടുംകാട്ടം അതുപോലെ ചാണകപ്പൊടി ഇതെല്ലാതും പൊടിച്ച് നൽകുന്ന സ്ഥലമുണ്ട്. ഉബൈദാക്കയുടെ ഷോപ്പാണ്. അപ്പൊ എന്തായാലും നമുക്ക് ഉബൈദാക്കനോട് തന്നെ ഇതിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം. ഉബൈദാക്ക നമസ്കാരം. നമസ്കാരം. എന്താണ് ഇവിടെ ഭയങ്കര സംഭവങ്ങളാണല്ലോ? ഇവിടെ ആട്ടുംകാട്ടും ചാണകമൊക്കെ പൊടിച്ച് കൊടുക്കാണ്. അപ്പൊ ആട്ടുംകാട്ടം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ പൊടിച്ചിട്ട് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്, 2 മിക്സ് ആയിട്ട് കൊടുക്കുന്നുണ്ട്, 3 മിക്സ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ 3 മിക്സ് പറഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ അത് വാഴക്ക് പൂളക്ക് പച്ചക്കറിക്കൊക്കെ പെട്ടെന്ന് ഫലം ചെയ്യുന്ന സാധനമാണ് 3 മിക്സ്. ഈ ചാണകമൊക്കെ പൊടിച്ചിട്ടാൽ അത് പൊടിച്ചതായപ്പോൾ പെട്ടെന്ന് ഫലം ചെയ്യും. ആട്ടുംകാട്ടം പൊടിച്ചിട്ടുണ്ട്. ആട്ടുംകാട്ടത്തിന് ചാക്ക് വേണമെങ്കിൽ ഞാൻ പൊടിച്ചു തരാം. ഇതാണ് ഇവിടെ വരുന്ന ആട്ടുംകാട്ടത്തിന് ഇതാണ് ആട്ടുംകാട്ടം. നല്ല സൂപ്പർ സാധനം. നല്ല ആട്ടുംകാട്ടം, മണി ആട്ടുംകാട്ടം. അപ്പൊ ഇതൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെടിക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പച്ചക്കറിക്കൊക്കെ പ്രത്യേകിച്ച് ആകെ ഒരു 3 മാസേ അതിന്റെ ഒരു കാലാവധി തന്നെയുള്ളൂ. അപ്പൊ അതിന്റെ അകത്ത് ഇത് ചെടി വലിച്ചെടുക്കാന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പൊ അതായത് പൊടിച്ചു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ചാണകം ഉണങ്ങിയതിൽ വരെ ഒരു നമ്മളുടെ നാട്ടിലുള്ള ചാണകം എന്നൊക്കെ പറയും, അതിൽ വൈക്കോലും ഇതൊക്കെ കാണാറുണ്ട്. ഇതിൽ അങ്ങനെ ഒന്നുമില്ല, നല്ല ഫുൾ ചാണകം തന്നെയാണ്. അപ്പൊ എന്തായാലും ഇത് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാലാണോ പച്ചക്കറിക്ക് ഏറ്റവും നല്ലത്? ഏതാണ്? 3 മിക്സ് ആണോ 2 മിക്സ് ആണോ അല്ലെങ്കിൽ എങ്ങനെയാണത്? പച്ചക്കറിക്ക് ഏറ്റവും നല്ലത് 3 മിക്സ് ആണ്. 3 മിക്സ് ആണ്. 3 മിക്സ് ആവുമ്പോൾ ഈ കോഴിക്കാട്ടും കൂടി ആടാവുമ്പോൾ പെട്ടെന്ന് പിടിക്കും. അതിൽ എന്തൊക്കെയാണ് ഈ 3 മിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതിൽ ചാണകം ഉണ്ടാവും, ആട്ടുംകാഷ്ടം ഉണ്ടാവും, കോഴിക്കാഷ്ടം ഉണ്ടാവും. ഇത് നമ്മുടെ നാട്ടിലാണോ അല്ലെങ്കിൽ പുറമേ നിന്നുള്ളതാണോ? എവിടത്തെയാണ് നമ്മൾ എടുക്കുക? ഞാൻ മധുരയിൽ നിന്നുള്ള ചാണകം കൊണ്ടുള്ളൂ. ആട്ടുംകാട്ടും ചാണകം മധുരയിൽ നിന്ന് മാത്രമേ കൊണ്ടുള്ളൂ. അതെന്താ നമ്മുടെ നാട്ടിലെ സാധനത്തിന് ഡിമാൻഡ്? നമ്മുടെ സാധനം കിട്ടാൻ വേണ്ടേ? കിട്ടാനില്ല. ക്വാളിറ്റി ആട്ടുകാട്ടും ചാണകത്തിന് ക്വാളിറ്റി വ്യത്യാസം യാതൊന്നുമില്ല. നാമക്കല്ല് കോഴിക്കാട്ടും വിജയമംഗലം കോഴിക്കാട്ടാണ് ഇവിടെ സൂപ്പർ കോഴിക്കാട്ടുള്ളത്. നമ്മളിപ്പോ ഇറക്കിക്കൊണ്ടിരിക്കുന്നത് നാമക്കല്ല് കോഴിക്കാട്ടാണ്. ചാക്ക് ഇറക്കി കൊടുക്കുന്നത്. അതിലൊന്നും ഒരു തുങ്ങല് പോലും കച്ചറൊന്നും ഉണ്ടാവില്ല. നല്ല കോഴിക്കാട്ടായിരിക്കും. അല്ല, ഞാൻ ചോദിച്ചത് നമ്മളുടെ നാട്ടിലെ ഈ ചാണകപ്പൊടിയിലൊക്കെ മണ്ണിന്റെ അംശം ഉണ്ടാവും, അവിടെ മണ്ണിന്റെ അംശം ഉണ്ടാവില്ല, അങ്ങനെ വല്ല വ്യത്യാസം? ഇതിൽ മണ്ണിന്റെ അംശം ഇല്ലല്ലോ. ഇതിൽ മണ്ണിന്റെ അംശം ഉണ്ടോ? ഇല്ല. ഇതിൽ മണ്ണിന്റെ അംശം കിട്ടൂല. ഇതിന് മണ്ണേ ഇല്ല. ഇത് ചെറിയൊരു പച്ച തത്തപ്പച്ച കളർ ഉണ്ടാവും. തത്തപ്പച്ച കളറ് അതാണ് മധുരന്റെ അത്. ഇത് പച്ചപ്പുല്ല് ആക്കല് അതാ. കാരണം മറ്റുള്ളവർക്ക് ചോളച്ചണ്ടിയും വൈക്കോലും ഇട്ട് കൊടുക്കാൻ തിന്നാൻ കൊടുക്കല്. മധുരയിൽ അങ്ങനെയല്ല. മധുര ഒന്നായിട്ട് വിട്ടാക്കിയിട്ട് അത് പിന്നെ രാത്രി വന്നുകാണ്ട് കൂട്ടിലാക്കലാണ്. അങ്ങനെയാണ് മധുരത്തെ ചാണകം. അതാണ് ഞങ്ങൾ മധുരയിൽ തന്നെ പോകാനുള്ള കാരണം. അപ്പൊ അത് ക്വാളിറ്റി ഉണ്ടാവും. അപ്പൊ അതില് ഒട്ടും മണ്ണുണ്ടാവില്ല എന്നുള്ള 100% ഗ്യാരണ്ടിയാണ്. ഇതിന് മണ്ണില്ലല്ലോ, കാണുന്നില്ലേ? വേണമെങ്കിൽ വേറെ ചാക്ക് എടുത്തിട്ടാ വേറെ ചാക്ക് പിടിച്ചാണത്. ക്വാളിറ്റിന്റെ കാര്യത്തിൽ നോക്കി നല്ല ക്വാളിറ്റി ആയിരിക്കും. അപ്പൊ ഇതിലൊരു സാധനമില്ല. അതാ ഒരു കച്ചറില്ല. അതാ ക്വാളിറ്റി സാധനമാണ്. ഇതിന്റെ ചൂട് നോക്കിയാൽ ഇതിന്റെ ചൂട് നോക്കിയാൽ നല്ല ചൂടാ. തൊട്ടാല് നല്ല ചൂടാണ്. കാരണം ഇതിന്റെ ഇതാണ് വളത്തിന്റെ ഇതാണ്. നല്ല ചൂടുണ്ടാവും. നമ്മുടെ നാട്ടിൽ ചാണകത്തിലാവുമ്പോൾ ഈ മുറ്റത്തിന് അടിച്ചു തരുന്ന ചണ്ടിയും എല്ലാം വാരി ഇടുമ്പോൾ കല്ലും മണ്ണൊക്കെ ഉണ്ടാവും. ഇതിൽ അങ്ങനത്തെ ഒരു വസ്തു ഉണ്ടാവില്ല. ഇത് നല്ല ക്വാളിറ്റി ഉണ്ടാവും. ഇത് നല്ല വളക്കൂടുന്നത് പച്ചപ്പുല്ല് നിന്നുകൊണ്ടാണ് ഈ കളർ കിട്ടുന്നത്. മറ്റേ ചാണകം ഇവിടെ കാണിച്ചു തരാൻ ഇവിടെ ഇല്ല. അപ്പൊ എന്തായാലും ഇവിടെ ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ മാത്രമേ ഞാൻ മധുരയിൽ നിന്ന് മാത്രമേ കൊണ്ടുവരണുള്ളൂ. അപ്പൊ ഞാൻ അത് നല്ല വിലക്ക് നമ്മൾ ബുക്കിംഗ് ചെയ്യുന്നുണ്ട്. ആൾക്കാർ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർക്ക് അത് ഇഷ്ടപ്പെടുന്നുണ്ട്. വീണ്ടും ആൾക്കാരെ മറ്റു വരുന്നുണ്ട്. ഇന്ന് രാവിലെ എന്റെ കോഴിക്കോട്ടേക്ക് വരെ ഇവിടുത്തെ ട്രിപ്പ് പോയിട്ടുണ്ട്, ലോഡ് പോയിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമ്മളുടെ സാധാരണ വാഴക്കൊക്കെ ആണെങ്കിൽ നമ്മൾ ഏതാണ് കൊടുക്കുക? ആട്ടുകാട് കൊടുക്കും വാഴക്കന്ന് വെക്കുമ്പോ. പിന്നെ അത് കഴിഞ്ഞ ശേഷം 3 മിക്സ് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഈ വെച്ച വാഴക്കൊക്കെ 3 മിക്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇതാണ് നമ്മളെ പൊടിന്റെ ക്വാളിറ്റി നോക്കിയാൽ. ഇതാണ് ചാണകം പൊടിച്ചാണത്. ഇത് ക്വാളിറ്റി നോക്കി ഒരു കച്ചറ നായരതി ഒന്നും ഉണ്ടാവില്ല. സാധനത്തിന് ക്വാളിറ്റിയാണ്. അതിന്റെ കളർ നോക്കിയാൽ ഒരു ഇളം പച്ച കളറാണ്. പച്ച കളറാണ്. ജൈവവളത്തില് 2 മിക്സ് 3 മിക്സ് അതുപോലെ ഒറ്റയ്ക്കുള്ള വളങ്ങളിലൊക്കെ നമുക്ക് വില കൂടിയതും വില കുറഞ്ഞതും ഉണ്ട്. ഇതിപ്പോ നമുക്ക് സാധാരണ ഗുണനിലവാരം നോക്കുന്നത് പോലെ ഈ പൊടി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആർക്കും മനസ്സിലാവില്ല. അപ്പൊ എങ്ങനെയാണ് ഈ മാർക്കറ്റിൽ 2 റേറ്റിൽ ഈ സാധനം ഒരേപോലെ വിൽക്കുന്നത്? അത് എന്താന്ന് വെച്ചാല് ഇപ്പൊ നമ്മളെ ഇവിടെ 3 മിക്സില് അധികം ആൾക്കാർ നമ്മുടെ നാട്ടിലെ കോഴി ഫാമിലെ കോഴിക്കാഷ്ടാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ തന്നെ അത് 60-70 റുപ്യക്ക് അത് വലിയൊരു കോഴിത്തീറ്റന്റെ ചാക്ക് നമുക്ക് കിട്ടും. അത് പൊടിച്ചാൽ തന്നെ ഒരു ചാക്ക് ഉണ്ടാവും. അതിക്ക് ചാക്ക് ആളും ആട്ടുകാട് ചേർത്താൽ അവർക്ക് 250 കൊടുക്കാം, 200 കൊടുക്കാം. കാരണം അത്രയും മോശപ്പെട്ട അതിൽ ഈർച്ചപ്പൊടി ഉണ്ടാവുള്ളൂ. കാരണം ഒരു കോഴിന്റെ ഫാമിൽ 40 ദിവസമേ കോഴി നിൽക്കുള്ളൂ. അതിന്റെ 15 ദിവസം അത് കുട്ടികളായിട്ട് ഇങ്ങനെ ചൂട് പിടിച്ചിട്ട് നിൽക്കുള്ളൂ. പിന്നെ അത് 20 ദിവസം അത് ഒന്നായിട്ട് വിട്ടാക്കിയിട്ട് ആവുള്ളൂ. അപ്പോൾ അതിന് കോഴിനെ പിടിച്ച് അത് വരാനായി. അപ്പൊ അതിൽ കോഴിക്കാഷ്ടം ഉണ്ടാവില്ല, അതിൽ അർക്കപ്പൊടി ഉണ്ടാവുള്ളൂ.
അപ്പൊ ഈ അറക്കപ്പൊടി നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ തേക്കിന്റെയോ മറ്റു റബ്ബറിന്റെയോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തേക്കിന്റെ ഉണ്ടെങ്കിൽ വായൊക്കെ കിടുമ്പോൾ ചിലപ്പം ചെയ്യാം അതിൻ്റെതായിട്ടുള്ള വായന്റെ വാവിന്റെ ഇറക്ക് മഞ്ഞയും മറ്റൊക്കെ വന്നൂടായില്ല. കോഴിക്കാട്ടും ഇതിൽ ഇറക്കപ്പൊടി ഒന്നും ഉണ്ടാവില്ല. ഇത് നിറയ്ക്കുകയാണെങ്കിൽ മുട്ടക്കോയിന്റെ ആകുമ്പോൾ ഒരു വർഷം വരെ മുട്ടിട്ട് കഴിഞ്ഞതിന് ശേഷം ഈ കോഴിക്കാട്ടം അവിടുന്ന് വാരുള്ളൂ. അതിന് മുന്നേ അവിടുന്ന് വാരാൻ അയക്കില്ല. അപ്പൊ ഒരു വർഷം ആ കൂട്ടില് അത് നമ്മളെ പാമ്പും പുറ്റ് മാതിരി ഇങ്ങനെ കൂടിന്റെ നന്നായിട്ട് നിറഞ്ഞു നിൽക്കുന്നുണ്ടാവും. അതിന് ശേഷം ഇത് അവിടുന്ന് വാരാൻ അയക്കുള്ളൂ. വിജയമംഗലം അങ്ങനെ തന്നെയാണോ? വിജയമംഗലം തന്നെ. ഇതൊക്കെ അതായത് അതില് ഒരു തരി പോലും അറക്കപ്പൊടി ഉണ്ടാവില്ല. അറക്കപ്പൊടി ഇല്ല, ഫുള്ളായിട്ട് കോഴിക്കാഷ്ടം തന്നെയാണ് ഉള്ളത്. അപ്പൊ ഇത് നമ്മൾ പൊടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 100% നമ്മൾ ഇടുന്നതിനുള്ള ഗുണം കിട്ടും. പക്ഷെ നമ്മളെ നാട്ടിലെ ഈ കോഴിക്കാഷ്ടാണ് പൊടിക്കുന്നതെങ്കിൽ നമുക്ക് ചാക്കിൽ ആരും അറിയില്ല, പൊടിക്കുന്നത് ആരും അറിയില്ല. അത് പക്ഷേ ഷെഡിന്റെ മുന്നിലോ അല്ലെങ്കിൽ അവിടെ പുറത്തോടെങ്കിലും പിന്നെ വേറെ ഷെഡിന്റെ പേരന്റെ വീട്ടിൽ അവിടെ വെച്ചിട്ട് അവിടെ നിന്ന് എടുത്തു പറഞ്ഞാൽ ചേർക്കും. അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാൽ പൊടി കണ്ടു കഴിഞ്ഞാല് ഈ നമ്മളുടെ കൂട്ടി പൊടിച്ചു കഴിഞ്ഞാൽ അറിയില്ല. പച്ചപ്പൊടി അല്ലെങ്കിൽ അറക്കപ്പൊടി ഇതിന്റെ കൂടെ മിക്സ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയില്ല. അത് ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചാക്ക് നല്ല ഒരു ദമ്മായിട്ട് കാണുകയും ചെയ്യും. ഈ ഒരു ചാക്കില് നമ്മൾ ഇതിന്റെ അളവ് എങ്ങനെയാണ്? 5 തപ്പാണ് നിറച്ചു കൊടുക്കുന്നത്. 5 തപ്പ് എന്ന് പറയുന്നത് എങ്ങനെയാ കണക്ക്? നമ്മുടെ പാട്ടയാണോ? 5 തപ്പ് ഇതാണ് പാട്ട. ഒരു തപ്പ് എന്ന് പറയണം. അപ്പൊ ഒരു ചാക്കില് സാധാരണ എത്ര തപ്പാണ് ഉണ്ടാവുക? 5 തപ്പാണ് ഉണ്ടാവുക. 5 തപ്പ് സാധാരണ ഒരു ചാക്ക്. അതായത് ഈ നിറച്ചു വെച്ചിരിക്കുന്ന ചാക്ക് എന്ന് പറയുന്നത് 5 തപ്പാണ്. 5 തപ്പാണ്. ചോളം പൊടിച്ചതൊക്കെ പറയുന്നത് ഈ പറഞ്ഞ പോലെ തപ്പിന്റെ ഒരു അളവിലാണ്. 5 തപ്പ്. അപ്പൊ ഇതിന് ഭാരം എന്തോരം ഉണ്ടാവും? നമ്മളിപ്പോ ഭാരം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ മാക്സിമം ഒരു 6 കിലോയിലേറെ ഒരു തപ്പ് വരില്ല. ഒരു തപ്പ് 6 കിലോ. 6 കിലോന് പിന്നെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതില് പിന്നെ മണ്ണ് കൂടിയിട്ടൊക്കെ വരുള്ളൂ. മണ്ണ് കൂടാതെ 6 തപ്പിലേറെ വരില്ല. അപ്പൊ ഒരു ചാക്ക് പറഞ്ഞിട്ടാണെങ്കിൽ ഒരു 30 കിലോന്റെ ഉള്ളില് ശരിക്കും ഗുണനിലവാരം ഉള്ളതാണെങ്കിൽ 30 ചാക്കിന്റെ ഉള്ളില് 30 കിലോത്തില് താഴെയായിട്ട് നിൽക്കണം. അതിന് മേലെയാണെങ്കിൽ 25-30. ഇനിയിപ്പോ ഞാൻ ഇവിടെ ചാക്ക് ഇപ്പൊ ഇന്ന് തൂക്കി തരാം. നല്ല വെയിറ്റ് കുറഞ്ഞാണ്. ഇത് നോക്കിയൊക്കെ എത്ര കിലോ ഉണ്ട്? 25 തപ്പാണത്. അപ്പൊ എത്രയായി? അതായത് 4.5 കിലോനാകണുള്ളൂ. ഒരു തപ്പ് എന്ന് പറഞ്ഞാൽ 4.5 കിലോനെ വളം വരും. നല്ല വളമാണെങ്കിൽ അത്ര വരുള്ളൂ. അപ്പൊ ഇത് നോക്കി നമ്മളിപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എനിക്ക് മണ്ണ് വെള്ളത്തിലിട്ട് കലക്കി കഴിഞ്ഞാൽ പോലും കാര്യമായിട്ട് മണ്ണ് കിട്ടാനുള്ള ഒരു സാധ്യതയില്ല. ഇത് വെള്ളത്തിലിട്ട് ഇത് ഒന്നും ചെയ്യും, മണ്ണുണ്ടെങ്കിൽ അടിക്കുക അതാവും ചെയ്യും. അതുപോലെ അധികം മണ്ണിന്റെ ഒരു സാധ്യത കാണുന്നില്ല. കാരണം അവിടെ നമ്മള് വെള്ളത്തൊക്കെ ഈ പറഞ്ഞ പോലെ രാത്രി മാത്രം അവരെ ഫാമിൽ ചെന്ന് കിടക്കുന്ന പശുവിന്റെ ചാണകം ആയതുകൊണ്ട് തന്നെ ഇതിൽ തീരെ മണ്ണില്ല എന്നാണ് പറയുന്നത്. നമ്മൾ മധുരയിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. മധുരയിൽ നിന്നാണ് സാധനം കൊണ്ടുവരുന്നത്. അപ്പൊ എന്തായാലും നമ്മൾ ഈ പറഞ്ഞ പോലെ ജൈവവളം പൊടിച്ചതിന്റെ തൂക്കം നോക്കിയിട്ട് നിങ്ങൾ ആരും ഗുണനിലവാരം കണക്കാക്കരുത്. വെയിറ്റ് കുറഞ്ഞ് അരച്ചുകാണ്ട് അതിന് നിലവാരം ഇതാവില്ല. ഗുണനിലവാരം ഇല്ലാതെ ആവുകയില്ല. വെയിറ്റ് കുറഞ്ഞതാണ് ഏറ്റവും എപ്പോഴും നല്ലത്. കാരണം മറ്റേതെങ്കിലും മണ്ണില്ലാതെ വെയിറ്റ് ആണല്ലോ, അല്ലെങ്കിൽ നനയണം. ഈ രണ്ടിലും കാരണത്തിലാണ് എന്താ വെയിറ്റ് ഉണ്ടാവുക. അല്ലെങ്കിൽ വെള്ളത്തിന്റെ അംശമോ അല്ലെങ്കിൽ മണ്ണിന്റെ അംശമോ തന്നെയായിരിക്കും. അപ്പൊ എന്തായാലും നമ്മൾ ഉപയോഗിതാക്ക കർഷകനും ഇതോടൊപ്പം തന്നെ ഈ ജൈവവളങ്ങളെല്ലാം പൊടിച്ചു നൽകുന്ന നല്ലൊരു വ്യാപാരി കൂടിയാണ്. അപ്പൊ എന്തായാലും ഈ പൊടിച്ചിടുന്നതും പൊടിക്കാതെ ഇടുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ്? ചെടികൾക്ക് ഗുണമാണോ ദോഷമാണോ എങ്ങനെയൊക്കെയാണ്? ആട്ടുംകാട്ട് പൊടിക്കാതെ ഇട്ട് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ അതേമാതിരി അവിടെ കിടക്കും. അത് ഈ വെള്ളത്തിന് നനവില്ലാഞ്ഞാല് അതേമാതിരി കിടക്കും. അങ്ങനെ കിടന്നു കഴിഞ്ഞാൽ അത് പിന്നെ ചതിലെന്നിട്ടാ പോവുക. അപ്പൊ ഈ ആട്ടുംകാട്ട് പൊടിച്ചിട്ടാൽ അത് പെട്ടെന്ന് അതിന് ഫലം ചെയ്യുള്ളൂ, അല്ലാതെ ഫലം ചെയ്യില്ല. ഒരു തവണ ജൈവവളം കൊടുക്കുന്നവരുണ്ട്, 2 തവണ കൊടുക്കുന്നവരുണ്ട്. അപ്പൊ അത് ഓരോരുത്തരെയും യുക്തിക്ക് അനുസരിച്ച് ഓരോരുത്തർക്കും നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഓരോ ഇത് കൊടുത്ത ഒരു വായ ചാക്കൊണ്ട് 5 തപ്പുണ്ട് 20 വാഴക്കുണ്ട്. 20 വാഴക്കാണ്. 20 വാഴക്കുണ്ട്. അപ്പൊ വളരെ കുറഞ്ഞ അളവിൽ കൊടുക്കണുള്ളൂ. അപ്പൊ നമ്മൾ കർഷകരും അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ രാസവളം കൂടുതലായിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ വാഴയുടെ തടക്കോ വേരിനോ ഒന്നും കരുത്തുണ്ടാവില്ല. നമ്മൾ രാസവളം ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യാൻ 4 വട്ടം കൊടുക്കില്ല. 50 ഗ്രാം കൊടുത്താൽ എന്താണെന്ന് വെച്ചാൽ പിന്നെ 3-4 5 കൊടുത്താലും നമുക്ക് സാധനം പെട്ടെന്ന് ഇതാവും, വാഴ വലിച്ചെടുത്തോളും. മറ്റേ ഓവർ കൊടുത്താൽ അത് വേസ്റ്റ് ആയി പോവുള്ളൂ. ലാഭം ഏത് വാങ്ങുന്നതായിരിക്കും? 3 മിക്സ് വാങ്ങാൻ പച്ചക്കറിക്ക് നല്ലത്, വാഴക്കൊക്കെ നല്ലത്. കാരണം പെട്ടെന്ന് അതിന്റെ കോഴിക്കാട്ടത്തിന്റെ ആർട്ടികാസ്റ്റിന്റെ ചാണത്തിന്റെ ഫലം അത് വാഴക്ക് ചെയ്യും. അത് കൊല വെട്ടുന്ന വരെ അതിന്റെ ഫലം കിട്ടും. അപ്പൊ ഇവിടെ പൊടിക്കാത്ത ചാണകവും പൊടിക്കാത്ത ആട്ടുംകാട്ടവും പൊടിക്കാത്ത കോഴിക്കാട്ടൊക്കെ പോകുന്നുണ്ടല്ലോ, അത് കൂടുതലായിട്ട് എന്തിനാണ് പോകുന്നത്? അത് തെങ്ങിനാണ് പോകുന്നത്. തെങ്ങിനാണ്. അപ്പൊ നമ്മള് വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന വാഴക്കാരും പച്ചക്കറിക്കാരും ഒക്കെ ചെയ്യുന്നത് ശരിക്കും ഒരു വലിയ വർഷം ഉണ്ടാവുള്ളൂ. വാഴ ഒരു 9 മാസം കൊണ്ട് വലിച്ചോ, 5 മാസം കൊണ്ട് 6 മാസം കൊണ്ട് വലിക്കും. പിന്നെ അത് 9 മാസം ആകുമ്പോൾ വെട്ടി പോവില്ലേ. അപ്പൊ ഇതിന് ആട്ടുംകാട്ട് പിടിക്കണ്ടേ, പിടിച്ചിട്ടാണെങ്കിലേ പിടിക്കുള്ളൂ. പൊടിക്കാതെ ആട്ടുംകാട്ട് അത് പിടിക്കില്ല. ഇത് പൊടിക്കാത്തതൊക്കെ കൂടുതലായിട്ടും കവുങ്ങിനോ തെങ്ങിനൊക്കെയാണ് പോകുന്നത്. ഇവിടെ കൂടുതലായും പൊടിച്ചത് പോകുന്നത് നമ്മളുടെ വാഴ പച്ചക്കറികൾക്കൊക്കെ തന്നെയാണ് പോകുന്നത്. അപ്പൊ എന്തായാലും നിങ്ങളും ഇതുപോലെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക, പൊടിച്ചതും ഇട്ട് നോക്കുക, അതിന്റെ വ്യത്യാസം മനസ്സിലാക്കുക. അപ്പൊ ഇതിലുള്ള മായം എന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ ഈ ജൈവവളങ്ങളുടെ ഭാരം
അല്ലെങ്കിൽ ചാക്കിന്റെ തൂക്കം കണ്ടിട്ട് നിങ്ങൾ അതിന്റെ ഒരിക്കലും ഗുണനിലവാരം വിലയിരുത്തരുത്. ഇത്ര നേരം ഈ കാര്യങ്ങൾ ഞങ്ങളുമായി പങ്കുവച്ച ഉബൈദാക്കയോട് പ്രത്യേകം നന്ദി പറയുന്നു. അപ്പൊ എന്തായാലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഉബൈദാക്കയുടെ നമ്പർ ഞാൻ കൊടുക്കാം. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് നേരിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്.